ബൈനോക്കുലർ ടോക്സിന്റെ സുഹൃത്തുക്കൾക്കെല്ലാം പുത്തനൊരു യാത്രയ്ക്ക് സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം അറിയാലോ, നമ്മുടെ 2 വീഡിയോയിലുണ്ട്. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ തമ്പാനൂരിൽ നിന്ന് ഞങ്ങള് നമ്മുടെ സിറ്റിക്കകത്തൂടെ ഹൈവേ വഴിയൊന്നുമല്ല, ബാലരാമപുരം, കളിയിക്കാവള, അങ്ങനെ ആ വഴി നമ്മൾ കന്യാകുമാരിക്ക് പോവാ. നമുക്ക് കന്യാകുമാരി വരെയുള്ള വഴിയിലെ വിശേഷങ്ങളും പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ വെവ്വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പൊ എല്ലാവരും ബാക്കി ആയിരിക്കോ താർത്തേക്കാം. ഫ്രണ്ട്സേട്ടാ പോയേക്കാം. ഫ്രണ്ട്സേട്ടാ, നമുക്ക് വേണേ ഹൈവേ വഴി നമുക്ക് പോകായിരുന്നു. അല്ല, ഹൈവേ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇവിടുത്തെ കുറെ സ്ഥലങ്ങൾ നമുക്ക് കിട്ടത്തില്ലല്ലോ. ഇല്ല, നമ്മള് കഴക്കൂട്ടത്തു നിന്ന് എടുത്തു വന്നിട്ടുണ്ട്, കേശവാസൂര് അങ്ങനെ സ്ഥലങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ബാലരാമപുരം ആ വഴി, നെയ്യാറ്റിങ്കര, ബാലരാമപുരം ആ വഴി വേണ്ടേ? ആ വഴിയാ ഇപ്പൊ നമ്മൾ പോകാം കേട്ടോ. പക്ഷെ ഇച്ചിരി തിരക്കായിരിക്കും ഈ റോഡ്, കാരണം ഇച്ചിരി വീതി കുറവുള്ള റോഡാ. അതുപോലെ ഇഷ്ടംപോലെ യാത്രക്കാരും, പിന്നെ ഓഫീസ് സമയമല്ലേ, അതുപോലെ ഓഫീസ് സ്കൂൾ ടൈമാ. തിരുവനന്തപുരം നഗരത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. തിരുവനന്തപുരം നഗരം നല്ല വൃത്തിക്കല്ലേ സൂക്ഷിക്കണേ. എങ്ങും എറണാകുളത്തിനെ പോലെ കച്ചറയല്ല, വേസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. ഇനി കാരണം ഇത് ഇവിടുത്തെ എനിക്ക് തലസ്ഥാന നഗരി ഉണ്ടായിരിക്കും കേട്ടോ. ആയിരിക്കാം, അതല്ലാണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ല. അതല്ലെങ്കിൽ ബാക്കി എല്ലാ സ്ഥലം പോലെ കച്ചറായിട്ട് കിടക്കേണ്ടതല്ലേ. ഇത് കരമന ജംഗ്ഷൻ കേട്ടോ. ഇവിടുന്ന് നമ്മൾ പോകുന്ന റൈറ്റോട്ടാണ്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പൂജപ്പുരം, നമ്മൾ കഴിഞ്ഞ ദിവസം പോയ റോഡാണിത്. ഇത് നേരെ ബാലരാമപുരം വഴി കന്യാകുമാരി. ഇതാണ് കേട്ടോ കരമന പാലം. നേരെ വെള്ളായണി നേമം. ഈ ജംഗ്ഷന്റെ പേര് കൈമനം എന്നാണ് കേട്ടോ, കൈമനം. ഇത് പാപ്പനംകോട് ജംഗ്ഷൻ. നമ്മള് അടുത്ത സിഗ്നലിലോട്ട് എത്തി കേട്ടോ. ഇതാണ് കാരക്കാമണ്ഡപം. കാരക്കാമണ്ഡപം ജംഗ്ഷനാണിത്. അപ്പൊ നമ്മള് വെള്ളയാനി എത്തി കേട്ടോ. വെള്ളയാനിയാണ് ഈ സ്ഥലം കേട്ടോ. ഈ സിഗ്നലാണ് നേമം. ഇവിടെ വെള്ളയാനി കായലുണ്ട്. കായലിൽ ഇവിടെ താമരപ്പൂ കൃഷിയുണ്ട്, താമരപ്പൂ. പക്ഷെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഈ രാവിലെ സമയത്തല്ലേ വിരിഞ്ഞിരിക്കുള്ളൂ. നമ്മൾ അടുത്ത ജംഗ്ഷൻ എത്തി കേട്ടോ, പ്രാവച്ചമ്പലം. ഇങ്ങോട്ട് പോയല്ലേ, ലെഫ്റ്റ് പോയാലേ കാട്ടാക്കട. നമ്മള് നടുക്കൂടെ നേരെ പോകും കേട്ടോ. വലത്തോട്ട് ഒരു വഴിയുണ്ട്. പള്ളിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ആ വഴിയുണ്ടോ വലത്തോട്ടുള്ളത്? അത് വിഴിഞ്ഞം പോകുന്നല്ലേ? അങ്ങോട്ട് വിഴിഞ്ഞമാണ് കേട്ടോ. ഇത് നമ്മൾ പോകുന്നത് നെയ്യാറ്റിൻകാർ റോഡ് നേരെ. നമ്മളൊരു വെടിവെച്ചാങ്കോവിൽ കണ്ടില്ലേ? അങ്ങനെ നമ്മള് വെടിവെച്ചാങ്കോവിൽ എത്തി കേട്ടോ. ഇതാണ് വെടിവെച്ചാങ്കോവിൽ ജംഗ്ഷൻ. ഇവിടെ അമ്പലമുണ്ട്. 24 മണിക്ക് പൊട്ടി. ഈ എറണാകുളത്ത് മാത്രമല്ല, ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായോ? അതിന്റെ പൈസ വാങ്ങിയാൽ നിൽക്കുന്ന ആളായി നടുക്ക് നിൽക്കുന്ന കേട്ടോ. ഹലോ, അതാണ് വെടിവെച്ചാങ്കോവിൽ. അങ്ങനെ നമ്മള് ബാലരാമപുരത്തോട് എത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടുന്ന് ഏകദേശം ബാലരാമപുരം സ്റ്റാർട്ട് ചെയ്യുന്ന വെടിവെച്ചാങ്കോവിൽ ഞാൻ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ബാലരാമപുരം. ഈ ബാലരാമപുരം കൈത്തറിക്ക് ഭയങ്കര പേര് കേട്ടത്. ഇവിടെ നെയ്ത്ത് ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ടൈം ഇവിടെ തിരക്കായിരിക്കും. ഇവിടെ നോക്കിയാൽ 2-3 പോലീസുകാരാണ് എട്ട്. ഈ വഴി തീരെ വീതി കുറവ്. ഇത്രയും നേരം നല്ല വീതിയുള്ള റോഡായിരുന്നു. ഈ ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്കും വീതി വളരെ കുറഞ്ഞ ചെറിയ ജംഗ്ഷനായി. ഈ താട്ട് പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം, അങ്ങോട്ട് ഈ വണ്ടി ഇറങ്ങി വരുന്നത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കാട്ടാക്കടയ്ക്ക് പോകുന്ന വഴി കേട്ടോ. ഇത് ബാലരാമപുരം തന്നെയാണ് ആക്ച്വലി. പക്ഷെ ഈ സ്ഥലത്തിന്റെ പേര് കൊണ്ട് കല്ലമ്പലം. കല്ലമ്പലമാണ് കല്ലമ്പലം. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ പൂവാറ് കിട്ടും. ഇവിടുന്ന് ഈ റോഡ് താഴോട്ട് പോയി കഴിഞ്ഞാൽ പൂവാറാണ്. മരുത്തൂർ. സ്റ്റേഡിയമാണ് കേട്ടത്. പിള്ളേരവിടെ തവളയാട്ടി കളിക്കുന്നുണ്ട്.
വീണ്ടും ഒരു ബോർഡ് വന്നിട്ടുണ്ട്. PWD റെസ്റ്റ് ഹൗസ് ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞ നമ്മള് നെയ്യാറ്റിങ്കര ജംഗ്ഷനിലോട്ട് എത്തണം കേട്ടോ. നെയ്യാറ്റിങ്കര ഒരു പ്രസിദ്ധമായ ഒരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിന്റെ പേരെന്താ? നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഈ റോട്ടിലത് നമ്മളിപ്പോ ആ പോണ വഴിക്കാം. ഇവിടുന്ന് ലെഫ്റ്റ് കാട്ടക്കടയാണ് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് കാട്ടക്കട. അല്ല, ഈ റൂട്ടിൽ നിന്ന് എങ്ങോട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാട്ടക്കടയാണ് കേട്ടോ. ഈ കാട്ടാക്കട കഴിഞ്ഞ് കാട്ടാക്കാട്, പൂവച്ചല്, കള്ളിക്കാട്, നമ്മുടെ ഡാം ഇരിക്കുന്നില്ലേ നെയ്യാറ്, അങ്ങനെ അവിടെ കുറെ സ്ഥലങ്ങളുണ്ട്. അമ്പൂരി, പനിച്ചുമൂട്, ഉരുളുപൊട്ടലൊക്കെ ഉണ്ടായില്ലേ? അതൊക്കെ എല്ലാം ഈ ഇടതുവശത്തോട്ടുള്ള ആ വഴികളാണ്. പിന്നെ വന്യജീവി ചീങ്കണ്ണി വളർത്തു കേന്ദ്രം ഒക്കെ അവിടെ. ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ്. ഇവിടെയാണ് സ്വാമി ക്ഷേത്രം അല്ലേ? ഇവിടെയാണ് മാർത്താണ്ഡ മഹാരാജാക്കന്മാർ 8 വെട്ടിപ്പിള്ളമാരുടെ യുദ്ധത്തിൽ പേടിച്ച് ഒരു പ്ലാവിനകത്ത് ഒളിച്ചിരുന്ന ഒരു കഥ പറയത്തില്ല, അമ്മച്ചി പ്ലാവ്. അത് ഇവിടെയാ. ആ പ്ലാവ് നശിച്ചുപോയി. പക്ഷെ അതിന്റെ ആള് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി കണ്ടല്ലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ അമ്പലം. ഇതിന്റെ വാതൊക്കെ തന്നെ ഒരു ശിവക്ഷേത്രം ഉണ്ട്. ഇതുണ്ടോ വഴിയില് ഉണ്ടോ? വിട്ടാലോ? ഇവിടെ നടുക്കൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് നേരെ ഓപ്പോസിറ്റ് ചെറിയ പാർക്കാണ് റോഡ് നടുക്ക്. ഇത് താരതമ്യേന ഇടുങ്ങിയ ഒരു ജംഗ്ഷൻ അല്ലേ? അതെ അതെ. ഇവിടെ വീതി കുറവാണ് റോഡിന് മൊത്തത്തിൽ. കാരണം കടകളെല്ലാം റോഡിലായിരിക്കുന്നത്. ഇതാ പഴയ ഇതിൽ കൂടെ തന്നെയാണ്. പഴയ ഒരു വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ ടൗണിന്റെ ഒരു സെറ്റപ്പ് ഉള്ളല്ലോ കാണുമ്പോഴും ഉള്ള മൊത്തം ഒരു രീതി അത് ഏകദേശം തലശ്ശേരിയൊക്കെ ഇതുപോലെ കേട്ടോ. ഇവിടെ അവിടെയാണ് KSRTC. അത് അവിടെയാണ് KSRTC സ്റ്റാൻഡ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കളിയിക്കാവള, കന്യാകുമാരി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൂവാറ്. അപ്പൊ നെയ്യാറ്റിങ്കര കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോ ഉള്ള സ്ഥലമാണ് ഇത് കേട്ടോ. കൃഷ്ണപുരം. ഇതാണ് കൃഷ്ണപുരം. വലതുവശത്ത് പമ്പൊക്കെ ഉണ്ട് കേട്ടോ. അമരവിള ബ്രിഡ്ജ്. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ പുറകിലാട്ടോ എക്സസിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നല്ല രസമുണ്ടല്ലേ കാണാൻ? വെള്ളം ഒഴുകി വരുന്ന കാണാൻ പറ്റുന്നുണ്ട്. പാലത്തിന്റെ ഒരു തൂണുണ്ടല്ലോ, പാറപ്പുറത്തായിരിക്കണം. ഈ അമരവിള പാലം കഴിഞ്ഞ് കൊണ്ട് വരുമ്പോ ഇവിടെ ഒരു ടോൾ ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ ടോളൊക്കെ നിർത്തി. ഈ പാലത്തിന്റെ ടോളായിരുന്നു നേരത്തെ. ഇതാണ് ടോൾ ബൂത്ത്, പഴയ ടോൾ ബൂത്ത്. ഇവിടെ ഒരു ഗംഭീര സാധനം കാണുന്നുണ്ടല്ലോ. പള്ളിയാണ്. പള്ളിയാണല്ലോ. പാപ്പാഞ്ഞിയൊക്കെ നിരത്തി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. 2 പാപ്പാഞ്ഞി, 6. ഈ സ്ഥലമേ ഇത് അമരവിള ചെക്ക് പോസ്റ്റ് കേട്ടോ. RTO ചെക്ക് പോസ്റ്റ് ആണ്. അതായത് തിരുവനന്തപുരത്തിന്റെ എന്താ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഭാഗം. തിരുവനന്തപുരത്തിന്റെ ലാസ്റ്റ് അല്ല, കേരളത്തിന്റെ ഏറ്റവും ലാസ്റ്റ്. കേരളത്തിന്റെ ലാസ്റ്റ് ഭാഗം. തള്ളൻ പാറശാല പറയത്തില്ലയോ? നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഇത് സ്റ്റേറ്റ് വെയർ ഹൗസ് ഉണ്ട് കേട്ടോ ഇവിടെ വലതുവശത്ത്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കാരക്കോണം, ധനുവച്ചപുരം അങ്ങനത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. അതെ, ബോർഡർ കൊണ്ടുണ്ടല്ലോ. അതെ, ലെഫ്റ്റ് കാരക്കോണം ബോർഡർ ഉണ്ട് കേട്ടോ. അതും തമിഴ്നാട് ബോർഡറിലോട്ടാ പോകുന്നത്. നമ്മൾ പോകുന്നത് തമിഴ്നാട് ബോർഡറിലോട്ട് തന്നെ. ഇതാണ് ഉദിയൻ കുളങ്ങര. ഈ റോഡാണ് കേട്ടോ പൂഴിക്കുന്ന് പോണത് ജംഗ്ഷൻ. ഇവിടെ അങ്ങോട്ട് പോയാല് നല്ല മനോഹരമായിട്ടൊരു വാഴത്തോട്ടം നിൽക്കും കേട്ടോ. നമ്മള് തെങ്ങ് മാത്രമേ ഉള്ളൂ പറഞ്ഞത്. ഇപ്പൊ ഒരു വാഴത്തോട്ടം പ്രതീക്ഷിക്കപ്പെട്ടല്ലേ? അപ്പൊ തന്നെ വാഴത്തോട്ടം വന്നു. ഇപ്പൊ കുറച്ചു നേരമായിട്ടെ ഈ ഉദയം കൊല്ലങ്ങര കഴിഞ്ഞതിന് ശേഷം റോഡ് കാലി കേട്ടോ. വണ്ടികൾ വളരെ കുറവ്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റും.
ഈ ജംഗ്ഷനിൽ നിന്ന് ആ ഒരു ബൈക്ക് ഇറങ്ങി വരുന്നുണ്ടോ, ഇത് പോയി കഴിഞ്ഞാൽ ആറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നതാണ് ഇവിടെ. ആറയൂർ അനീഷ്, അപ്പൊ നമ്മളെ ഇടിച്ചക്ക പ്ലാൻ കൂടെ എത്തി കേട്ടോ. എടാ ഞാനത് വായിച്ചു, പക്ഷെ വേറെ കൊണ്ടേ പ്ലാൻ കൂടെ ഇട്ടാ പറയല്ലേ. ഇടിച്ചക്ക പ്ലാൻ കൂടെ തന്നെയാണ് എനിക്ക് അമ്മ. നമ്മളങ്ങനെ പാറശാല എത്തി കേട്ടോ. വലതുവശത്തെ വലിയൊരു കുളമാണ് കേട്ടോ. പാറശാല ഗ്രാമപഞ്ചായത്ത് ശാന്തി നിലയം. അതിന്റെ അപ്പുറത്തൊരു വലിയ ബോർഡുണ്ടായിരുന്നു, കണ്ടായിരുന്നു, ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം പാറശാല എന്ന് പറഞ്ഞു. അത് കണ്ടിരുന്നു. ഉണ്ട് ഇവിടെ മറ്റേ ഇല്ല കേട്ടോ, കളിമൺ നിർമ്മിതികൾ, അതായത് നമ്മുടെ ചട്ടിക്കലം, അടുപ്പ്, അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട്. ഷോടോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നോക്കിയിട്ട്. ഇതാണ് കേട്ടോ പാറശാല ടൗണ്. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. സമയം 9:30 ആയിട്ടോ. 9:30. ഒരു തിരക്കുമില്ല, വിജനമായി കിടക്കാണ് പാറശാല. പാറശാല, ഇതേ പാറശാല പോസ്റ്റ് ഓഫീസ്. ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്നേ ഇടത്തോട്ട് പോയി കഴിഞ്ഞാലേ ആ ബോർഡ് ഉണ്ടായിരുന്നു, ഇടത്തോട്ട് ബോർഡ് ഉണ്ടായിരുന്നു. പനച്ചുമൂട്, കാരക്കോണം, വെള്ളറട, അങ്ങനെയുള്ള സ്ഥലത്തോട്ടാ നമ്മള് നേരെ വരുന്ന വഴിക്ക് ആദ്യം ചിലപ്പോൾ ലെഫ്റ്റ് പോകാൻ തോന്നും കേട്ടോ, പക്ഷെ ലെഫ്റ്റ് പോകേണ്ട കാര്യമില്ല. വഴി അതുപോലെ വഴി അതുപോലെ ഇരിക്കണം. അത് അച്ചിയുടെ നല്ല റോഡ്. അപ്പൊ അങ്ങോട്ട് പോകരുത്. അവിടുന്ന് ഏകദേശം വലത്തോട്ട് അല്ലെങ്കിൽ നേരെ എന്ന് പറയുന്നതാണ് ഇങ്ങോട്ടുള്ള റോഡ് കേട്ടോ, കന്യാകുമാരി പറഞ്ഞത്. അങ്ങനെ നമ്മള് ഇഞ്ചിവിള എത്തി കേട്ടോ. ഇതാണ് ഇഞ്ചിവിള. എല്ലാവരും റോങ് സൈഡിലാണല്ലോ വരുന്നത്. ടോറസ് അല്ലേ വന്നേ? അതെ. പാറശാല റെയിൽവേ സ്റ്റേഷൻ കണ്ടോ കേട്ടോ, അതെ ആ വഴിക്കാണ്, ആ റോഡിലാണ് കേട്ടോ. ഇതാണ് കളിയിക്കാവിള കേട്ടോ. ഇവിടെ കൊണ്ട് ബോർഡറായില്ലേ, ബോർഡറാ ലാസ്റ്റ് സ്ഥലമാണ് കേട്ടോ കേരളത്തിന്റെ. കളിയിക്കാവിള മൊത്തം ഫുള്ള് സെറ്റപ്പ് എല്ലാം മാറി. ഇത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ, വലതുവശത്ത് കാണുന്നത്. വലിയൊരു മാർക്കറ്റാണ്. ഇവിടുത്തെ മാർക്കറ്റാണ് വലതുവശത്ത്. നമ്മൾ ഇന്ന് നേരെ മുമ്പോട്ട് പോകും. ഇത് കേരളമാണെന്ന് വെച്ചാൽ കേരളമാണ്, തമിഴ്നാടാണെന്ന് വെച്ചാൽ തമിഴ്നാടുമാണ്. ഇതിപ്പോ തമിഴ്നാട് ഏകദേശം മൊത്തം തമിഴ്നാടായി. ഇവിടെ വന്നപ്പോഴത്തേനും 2 വീലറിന്റെ ഒക്കെ ഇത് മാറി കണ്ടോ. ഇപ്പൊ ഹെൽമെറ്റ് ഒന്നും വലിയ നിർബന്ധമല്ല, ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റ് ഒന്നും ഇല്ല. ഇത് തൃത്വപുരമാണ് കേട്ടോ, തൃത്വപുരം. ഞാൻ ആദ്യം തിരുവനന്തപുരം വായിച്ചേ. അല്ല, അത് ഞാനും അങ്ങനെ വായിച്ചത്. അതിനുശേഷമല്ലേ സംഭവം മനസ്സിലായത്. അടിപൊളി ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. 12 കിലോമീറ്റർ കണ്ടോ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. ജംഗ്ഷനിൽ നമ്മള് ലെഫ്റ്റ് പോകും കേട്ടോ. മെറ്റഡോറിന് വണ്ടി വരുന്നത്, പഴയ വണ്ടി. ഇവിടെ വഴിയിലൊരു ഭയങ്കര ഒരു അമ്പലത്തിലെ ആർച്ച കാണുന്നുണ്ട് കേട്ടോ. കുഴിസ്പുറ തിരക്കുള്ള സ്ഥലം അല്ലേ. ഇത് ഇച്ചിരി വലിയ സിറ്റിയാണ്. ഇത് ഒരു തിയേറ്റർ, ലക്ഷ്മി സിനിമാസ്, പിന്നെ ഒരു കോവിലുണ്ട് കേട്ടോ. അതാവുമ്പോ ഒരു ആലിനെ ചുറ്റിയാ വന്നിരിക്കുന്നത് കേട്ടോ. അഡ്വക്കേറ്റുമാരാ. ഇതാണ് കോടതി സമുച്ചയം വലതുവശത്ത്. എല്ലാം പത്രക്കടത്താലും കേസും നോട്ടീസും എല്ലാവരുടെയും കയ്യിലുണ്ട് കേട്ടോ. അതെ. ഇത് ഹോസ്പിറ്റലാണ് കേട്ടോ, കിൻസ്, KINS ആണ്, കിൻസ് ഹോസ്പിറ്റൽ. ചെറിയ ഹോസ്പിറ്റലാണ്. നമ്മളൊരു ജംഗ്ഷൻ എത്തി കേട്ടോ. ചോദിക്കണ്ടടാ തിരിച്ച് ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മള് റൈറ്റ് ആണ് പോകുന്നത്. ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. 12 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഇതൊരു ശരിക്കും ഒരു ഗ്രാമം പോലെ ആയി കേട്ടോ. റോഡിന്റെ വീതിയെല്ലാം കുറഞ്ഞ്. മേൽപ്പുറം റോഡ് എങ്ങനെ ഉണ്ട്? റോഡ് കുഴപ്പമില്ല കേട്ടോ, വലിയ തിരക്കുമില്ല.
വലിയ തിരക്കുമില്ല. പക്ഷെ വരുന്ന വണ്ടിയൊക്കെ ചീറി പാഞ്ഞ വരുന്നു കേട്ടോ. ഇവിടെ മിനിമം അത്ര സ്പീഡിൽ പോകേണ്ട റോഡാണ് തോന്നുന്നത്. ഇത് മേൽപ്പുറം ജംഗ്ഷനാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പോകും കേട്ടോ. കല്യാണം ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മാർത്താണ്ഡമാണ്. മാർത്താണ്ഡം. നമ്മള് ഇവിടുന്ന് നേരെ പോകുന്നു. വഴിയിൽ മറ്റേ സംഭവങ്ങളായി തുടങ്ങി നോക്കി. മുറുക്ക് സാധനങ്ങള് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ കേട്ടോ. ഉണ്ടാക്കി വിൽക്കുന്നത് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ പമ്പോടെ കൂടി ഈ ടൗൺ അങ്ങോട്ട് തീരുവാണ്. ഈ റൂട്ടോട്ട് കയറിയതിന് ശേഷമുണ്ടല്ലോ നമ്മൾ കണ്ട ബസ്സുകള് എല്ലാം ഇതുപോലത്തെ പിങ്ക് കളറാണ് കേട്ടോ. വേറെ കളർ ബസ്സുകൾ നമ്മൾ കണ്ടിട്ടില്ല. വേറെ ഒന്നും കണ്ടില്ല അല്ലേ? ഇല്ലില്ല. ഇത് അരുമന എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ അവിടെ എത്തി. ഇവിടുന്ന് റൈറ്റ് ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴി ഇവിടുന്ന് 1 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് പോകേണ്ടത്. ഓക്കെ, നമ്മള് ഈ അമ്പലത്തിന്റെ ഗേറ്റ് കയറിയാ പോകുന്നത് കേട്ടോ. നമ്മൾ ഇവിടുന്ന് വന്ന് റൈറ്റ് തിരിയണം. തൃപ്പരപ്പ് അരുവി പോകുന്ന വഴി ഇവിടെ ബോർഡ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് 1 കിലോമീറ്റർ ആണ്. അതിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോർഡ് ഉണ്ടോ? ആ, പഴയ ഒരു അമ്പലം, ഓഡിറ്റോറിയം. പഴയ അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ നമ്മള് തൃപ്പരപ്പെന്ന് വാട്ടർഫാൾസ് കഴിഞ്ഞ് നമ്മൾ മെയിൻ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു കേട്ടോ. വന്ന വഴി തന്നെ ഫ്രണ്ടിലോട്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ പത്മനാഭപുരം പാലസ് ഇല്ലേ? ഈ സ്ഥലത്തിന്റെ പേര് പിണന്തോട് അല്ലേ? ഇവിടുന്ന് സ്ട്രൈറ്റ് 9 കിലോമീറ്റർ തിരുവട്ടാർ ആദികേശവൻ കോവിൽ. ഇങ്ങനെ നമ്മള് കുലശേഖരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഇതാണ് കുലശേഖരം. ഇതെല്ലാം കുലശേഖരം തന്നെയാണ് കേട്ടോ. കുലശേഖരം ഇച്ചിരി വലിയ ടൗൺ ആണ്. ഇപ്പൊ നമ്മള് ഒരു ടൗൺ തുടങ്ങിയിട്ട് ഒരു 1 കിലോമീറ്ററോളം വന്നു. കണ്ടിന്യൂസ് സിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ വലതുവശത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കഴിഞ്ഞു. നമ്മൾ ഒരു 1000 രൂപ എടുക്കാൻ വേണ്ടിയിട്ട് 3 ATM കയറി കിട്ടും. 3 കാശില്ല എന്ന് മാത്രമല്ല, ചിലത് വർക്ക് ചെയ്യുന്നില്ല. പല പ്രശ്നങ്ങൾക്ക് ATM ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇച്ചിരി പൈസ കരുതിക്കോണം. നേരത്തെ പൈസ എടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് വരുവാണെങ്കിൽ കൊള്ളാം. പിന്നെ ഗൂഗിൾ പേ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. നല്ലൊരു പള്ളിയാണല്ലോ. നല്ല ഭംഗിയുള്ളൊരു പള്ളി കേട്ടോ. ഈ കാണുന്നത് ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കുലശേഖരം മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോകും. നാല് കിലോമീറ്റർ കേട്ടോ. നമുക്കിവിടെ 4 കിലോമീറ്റർ മുമ്പോട്ട് പോകണം. തിരുവട്ടാർ ജംഗ്ഷൻ അല്ലേ? ഒരു വെറൈറ്റി ഓട്ടോറിക്ഷ. അത് മറ്റേ ഈ ഇതിന്റെ എന്തോ സംഭവം തോന്നുന്നു കേട്ടോ. കോർപ്പറേഷൻ അങ്ങനത്തെ എന്തെങ്കിലായിരിക്കും. ഇവിടെ ഒരു ഫേമസ് അമ്പലം ഉണ്ട് കേട്ടോ, തിരുവട്ടാർ. പോലീസ് സ്റ്റേഷനാണ്. തിരുവട്ടാർ പോലീസ് സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിൽ. 100 മീറ്റർ കഴിഞ്ഞില്ലേ? ബൈനോക്കൽ ടോക്സിന്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിപ്പോ വന്നിരിക്കുന്നത് തിരുവട്ടാർ എന്ന സ്ഥലത്താണ്. തിരുവട്ടാർ ആദി കേശവ പെരുമാൾ ക്ഷേത്രം, അതായത് നമ്മുടെ തിരുവനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അതേ രീതിയിൽ ഇവിടുത്തെ വിഗ്രഹത്തിന് പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞു. കാരണം ഇത് വളരെ പഴയ അമ്പലം കേട്ടോ. അതിന്റെ ആ പൊക്കവും പടിക്കെട്ടും ഒക്കെ നോക്കി, ഇതിന്റെ പൊക്കത്തിലാണ് പണിതേക്കുന്നത് നോക്കി, കാണുന്നുണ്ടോ? നമുക്കിതിന്റെ നോക്കി എന്നെ പൊക്കത്തിലെ പടിക്കെട്ടൊക്കെ പണിതേക്കുന്നത്. നമുക്കിതിന്റെ ചരിത്രത്തെ പറ്റി, ഐതിഹ്യത്തെ പറ്റിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കണ്ടു നോക്കാം. വാ, ഇനി നമ്മൾ പോണേ.
എടുക്കോ? ഇനി നമ്മൾ പോണ പത്മനാഭപുരം പാലസും പിന്നെ നമ്മുടെ കുമാരകോവിലും കാണാനാണേ. അത് ഈ അമ്പലത്തിൻ്റെ അടുത്ത് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് റൈറ്റ് തിരിയണം. റൈറ്റ്. നമ്മളൊരു ചെറിയൊരു ജംഗ്ഷൻ ഒന്ന് ഇറങ്ങി കേട്ടോ. ഇതൊരു വലിയൊരു പള്ളിയുണ്ട് കേട്ടോ അവിടെ. എത്തി കേട്ടോ. ഈ സ്ഥലത്തെ പേര് പൂവങ്കോട് എന്നാണ്. ഇത് വെർക്കിലമ്പി എന്ന് പറയുന്നൊരു ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ റോഡ് T ആയിട്ട് തിരിയും. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് പോകുന്നു കേട്ടോ. റൈറ്റ് എന്ന് വെച്ചാൽ മെയിൻ റോഡായിട്ട് നമുക്ക് തോന്നുന്ന റൈറ്റ് തന്നെയാണ്. അതിലേക്ക് പോന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് പോകണം. ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? മേക്കാമണ്ഡപം. അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അവിടെ പാലസ് വരുന്നത്. പാലസ്. ആ പാലസ് കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ കന്യാകുമാരി കൂടെ അതിനകത്തൊരു അമ്പലങ്ങളുണ്ട്. അതും കയറി കണ്ടേക്കാം. അതും കയറി കണ്ടേക്കാം. കുമാരകോവിൽ. നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകണം കേട്ടോ. നമ്മളിപ്പോ കഴിച്ച സ്ഥലത്തിന്റെ പേര് മുട്ടക്കട എന്നാണ് കേട്ടോ. ആ ജംഗ്ഷൻ നല്ല ഭക്ഷണമായിരുന്നു അല്ലേ? ആ, ചെറിയൊരു ഊണ്. വലിയ മലകളാണ് കേട്ടോ മുമ്പില്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ സ്ഥലം. ഇത് പത്മനാഭപുരം പാലസ്. ഇതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാട്ടോ. ഇതെല്ലാം പഴയ ഒരു അഗ്രഹാര സ്റ്റൈലാട്ടോ. അല്ല, നമ്മളൊരു കൊട്ടാരം നല്ല അടിപൊളിയായിട്ട് പകർത്തിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മൾ പത്മനാഭം കന്യാകുമാരി നമ്മുടെ യാത്രയിൽ ഇതില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിയായി. പഴയ ഫോട്ടോ കേട്ടോ ഇത്. അവിടെ മുതൽ അങ്ങ് ദൂരം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് കയറി പോവാം. ടിക്കറ്റ് ഉണ്ട്. ഹോട്ടലോട്ട് കയറിയപ്പോൾ കണ്ടോ കേട്ടോ മരപ്പെട്ടി. ഇത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങി കേട്ടോ. തുടങ്ങി കയറി ഇങ്ങോട്ട് പരിപാടി കണ്ടത്. കുറേ പശു ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മുയൽ, ഒരു കൂട് നിറച്ച് മുയലാണ്. ഇതേ കിടക്കണ പാമ്പ്. അല്ല, പണ്ടത്തെ കോട്ട അത് പിന്നെ ഇപ്പം പാർക്കാക്കി ഉപയോഗിക്കണം. ആ, ബോട്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പം നിർത്തിയെന്ന് തോന്നുന്നു. ഇത് കുട്ടികൾക്കുള്ളൊരു പാർക്കാണ് കേട്ടോ ഇവിടെ. നമുക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റിയ നീഷ. ഉദയഗിരി ഫോർട്ട്, അതായിരുന്നു പറ്റിയ അബദ്ധം. ഇതാണ് കേട്ടോ കുമാരകോവിൽ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വലിയൊരു ചിറയുണ്ട്. നമ്മളിങ്ങനെയാണ് ഇവിടെ എത്തും. ഇവിടുന്ന് അമ്പലത്തിലോട്ട് പോകണം ഈ വഴി കേട്ടോ.
ഇതിനകത്ത് വൃത്തി കിട്ടാനൊന്നുമില്ലല്ലോ. ആ ഇത്ര മതി. വാ. അങ്ങനെ നമ്മൾ ഇത്രയും നേരം വന്ന റോഡിൽ നിന്ന് മാറി ഹൈവേയിൽ ഒന്ന് ഇറങ്ങി കേട്ടോ. വെള്ളച്ചി വിളയെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കന്യാകുമാരിക്ക് 30 കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെ താമരയാണ് കേട്ടോ കിടക്കുന്നത് അവിടെ ആ പാടത്ത് കിടക്കുന്നത്. ഇവിടെയും റോഡിന്റെ 2 വശവും വെള്ളമാണ് കേട്ടോ. തടാകം മുമ്പില് ഒരു വലിയൊരു മലയും. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. വരുമ്പോ ഒരു ഫ്ലൈ ഓവർ ആട്ടോ. ആരും അതിന്റെ മുകളിൽ കൂടെ കയറി പോരുത്. നേരെ മധുര തിരുനെൽവേലിയിലെത്തും. നമുക്ക് കന്യാകുമാരി താഴെക്കൂടെ പോകണം. ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇതാണ് പാർവതീപുരം കേട്ടോ. നമ്മൾ ഈ ഫ്ലൈ ഓവറിന്റെ അടിയിലോട്ട് വന്നു കഴിയുമ്പോഴേ പാർവതീപുരമാണ്. മുകളിൽ കൂടെയാണ് മധുര പോകുന്നത്. നമ്മൾ താഴെക്കൂടെ പോകും. ഈ ബ്രിഡ്ജ് ഇത് സംഭവം കണ്ടോ? ഇത് സാധാരണ നമ്മുടെ അവിടെ എല്ലാം പാലം, എല്ലാ ഫ്ലൈ ഓവറുകളും നോർമലി കോൺക്രീറ്റ് അല്ലേ. ഇതിന്റെ ഗർഡർ ഇവിടെ ഫുള്ള് മെറ്റലാട്ടോ. എല്ലാം മറ്റേ ഹൈ ചാനലിലാണ് നമുക്ക് ഇട്ടേക്കുന്നത്. മൊത്തം സാധാരണ റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ സ്ഥലത്ത് മാത്രം ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അല്ലാണ്ട് ഒരു ഇത്രയും വലിയൊരു പാലം ഫുൾ ഇരുമ്പില് കണ്ടിട്ടില്ല. ഇവിടെ എത്തിയിട്ട് വലത്തോട്ടാണ് കന്യാകുമാരി. കണ്ടോ ഇവിടെ പാലം 2 പോകുന്നുണ്ട്. അതിൽ വലതുവശത്തോട് നമുക്ക് പോകണം കേട്ടോ കന്യാകുമാരിക്ക്. കന്യാകുമാരി ഇനി നമുക്ക് 21 കിലോമീറ്റർ ഉള്ളു കേട്ടോ. നമുക്ക് നേരെ പോകേണ്ടത് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നൂർ ഇസ്ലാം യൂണിവേഴ്സിറ്റി. അപ്പൊ നമ്മള് നാഗർകോവിലിന്റെ ഹൃദയഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത് ഈ റോഡിന്റെ പേര് KP റോഡാണ്. KP റോഡ് നാഗർകോവിൽ. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തിരുനെൽവേലി 87 കിലോമീറ്റർ ഉണ്ട് ഈ വരുന്ന ജംഗ്ഷനിൽ നിന്ന്. ഇത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഇതൊരു റൗണ്ട് അബൌട്ട് എത്തി കേട്ടോ. നമുക്ക് ഇവിടുന്ന് നേരെ ഇതൊരു റൗണ്ട് അബൌട്ടാണ്. വലിയ റൗണ്ട് അബൌട്ടാണ്. ഇവിടെ പോത്തീസ് ഉണ്ട് കേട്ടോ. വലിയൊരു പോത്തീസ്. കല്യാണമുണ്ട്. വസന്തമാളിക എന്തോ. നമ്മൾ വീണ്ടും ഒരു ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ. ഇപ്പൊ നമ്മളെ പാസ്സായ ജംഗ്ഷന്റെ പേരാണ് ചെട്ടിക്കുളം ജംഗ്ഷൻ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ജംഗ്ഷനിലോട്ട് എത്തി. ഇവിടുന്ന് ടീ അല്ല കേട്ടോ, അങ്ങോട്ടൊരു വഴിയുണ്ട്. 4 വശത്തോട്ട് ഒരു ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. ഇത് ഈ വലതുവശം മൊത്തം സവോളയാണ്. സവോളയും ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ് അല്ല വെളുത്തുള്ളി. ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. 3-4 കട അത് മാത്രം അല്ലേ? അവിടെ അത് മാത്രം. ഓപ്പോസിറ്റും എല്ലാം ഹോൾസെയിൽ കടകളാണ് കേട്ടോ. എല്ലാം ഓരോരോ കടകൾ മാത്രം. ഇവിടെ ചോദിക്കണ്ട. ഇത് നമുക്ക് നേരെ ഉറപ്പാണോ? പിന്നെ നമ്മളൊരു ജംഗ്ഷനിലോട്ട് എത്തും. അവിടുന്ന് നമ്മൾ ഇടത്തോട്ട് പറഞ്ഞു കേട്ടോ. വലത്തോട്ട് പോരുത്. വലത്തോട്ടാണ് നേരെ. നമ്മൾ ലെഫ്റ്റ് പോരും. സുചീന്ദ്രം 3 കിലോമീറ്റർ. റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഈ വഴി. ട്രെയിൻ പോകുന്നുണ്ടോ? അവിടെ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആണോ? എടുക്കണോ? നിർത്തണോ? വേണ്ട, പോട്ടെ. പോന്നു. കന്യാകുമാരി നല്ല ട്രെയിൻ ആയിരിക്കും. ഇവിടെ ഈ തോടിന്റെ കരയിലുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു വീടുകള്. എല്ലാം ചെറിയ വീടുകൾ കേട്ടോ. മൊത്തം അടുപ്പിച്ച് വീടാ. കുറേ നേരമായിട്ട് വീടുകൾ തന്നെ. അത് ഒരു വീടേ മുട്ടി അടുത്ത വീടാ. കാരണം ഒരു ഗ്യാപ്പില്ല ഇടയ്ക്കൂടെ. ഫ്രണ്ടിൽ കൂടെ മാത്രമേ കയറാൻ പറ്റുള്ളൂ. കാരണം സൈഡിൽ കൂടെ ഒന്നും വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊരു പുതിയ അമ്പലം തോന്നല്ലേ? അമ്പലം പെയിന്റ് അടിച്ചായിരിക്കും അതേ പുതിയായിരിക്കും. നമ്മൾ ആ ജംഗ്ഷനിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 300-350 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് ഉണ്ട് കേട്ടോ. ആ ലെഫ്റ്റ് കയറി പോകുന്നതാണ് സുചീന്ദ്രം. നമുക്ക് ഈ ലെഫ്റ്റാണ് പോകേണ്ടത് കേട്ടോ. ഏകദേശം ഒരു പാലക്കാട് അറ്റ്മോസ്ഫിയറില് വീടൊക്കെ നോക്കി. അഗ്രഹാരം. എല്ലാം കുഞ്ഞു വീടുകൾ അല്ലേ? 1-2 മാത്രമേ ഉള്ളൂ വലുത്.
ഒരു തേരാണ് കേട്ടോ. ഈ തേരിന്റെ മണ്ടയിലാണ് മറ്റേ കെട്ടുന്നത്, നമ്മൾ പാലക്കാട് കണ്ട സാധനം. ഇത് വളരെ വലിയൊരു തേരാണ്. ഓ, ഇതൊക്കെ പാലക്കാടൊക്കെ കണ്ട തേരിന്റെ ഡബിൾ ഉണ്ട് കേട്ടോ ഈ തേരിന്റെ വലിപ്പം. ജനുവരി 4-ാം തീയതി ആവട്ടെ ഉത്സവം തുടങ്ങുന്നത്. നാളെ തൊട്ട് എല്ലാ പരിപാടികളൊക്കെ ആരംഭിക്കും. പേരെല്ലാം പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം പൊടിയെല്ലാം തുടച്ച് ഇതിന് മൂടിയെല്ലാം മാറ്റി റെഡി ആക്കിയിട്ടൊക്കെ കേട്ടോ. ഉള്ളത് വലിപ്പമുള്ള തേര് ഇതാണെന്ന് അല്ലേ? കണ്ടതിൽ ഏറ്റവും വലിപ്പം. കണ്ടതിൽ ഏറ്റവും വലിപ്പം നമ്മുടെ പാലക്കാട് കണ്ടതിൻ്റെ 2 ഇരട്ടി വലിപ്പം ഉണ്ടല്ലേ? നീ അതിന്റെ ചക്രത്തിനെ കൊണ്ടുവന്ന് അതിന്റെ വലിപ്പം ഒന്നും അറിയാലോ. അയ്യോ, ഒരു 1.5 ആൾക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ചക്രം മാത്രം. ചക്രം മാത്രം 4 വലിയ ചക്രം, നടുക്ക് ഉള്ളില് 5 ചക്രം വേറെ ഉണ്ട് കേട്ടോ. അകത്തെ ചക്രം ഒന്നും തൊട്ടിട്ടില്ല കേട്ടോ. അത് നിലത്ത് മുട്ടിയിട്ടില്ല. അതെന്താ സംഭവം എന്ന് അറിയത്തില്ല. അതങ്ങനെ നിൽക്കണേ, എയറിലാ നിൽക്കണ സാധനം. ഇത് ഇപ്പൊ തുറക്കാൻ സമയമായി, മണി 4 ആയില്ലേ. സ്ഥാണുമലയാൻ ക്ഷേത്രം എന്നൊരു പേരുണ്ട് കേട്ടോ. സ്ഥാണുമലയ പെരുമാൾ ക്ഷേത്രം. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ സങ്കല്പിച്ചാണ് ഇവിടുത്തെ ദേവപ്രതിഷ്ഠ. കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നാഗർകോവിൽ കന്യാകുമാരി രാജവീതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പരശുരാമൻ സ്ഥാപിച്ചെന്ന് വിശ്വസിപ്പിക്കുന്ന 107 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തമിഴ്നാടിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പ് തിരുവിതാംകൂറിലായിരുന്നു കേട്ടോ. ഇപ്പോഴും ധാരാളം മലയാളികളുണ്ട്, ഇഷ്ടംപോലെ മലയാളിയുണ്ട്. ചൈത്ര പൗർണമിക്ക് ആറാട്ട് വരും. അങ്ങനെയാണ് ഇത്. പക്ഷേ ഇതിന് വേറെ പ്രത്യേകത പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഭയങ്കര 20 അടി ഉയരമുള്ള ഒരു ഹനുമാൻ വിഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, അതൊക്കെ അകത്താട്ടോ. ഇതിൻ്റെ പേര് പറയുന്നത് ശുചീന്ദ്രം സ്ഥാണുമലയ പെരുമാൾ ക്ഷേത്രം. വാസ്തുവിദ്യ പറഞ്ഞേക്കണ ദ്രാവിഡ വാസ്തുകല. അങ്ങോട്ട് നോക്കാം, അവിടെ എല്ലാം കിടക്കുന്നുണ്ടോ പേര്? ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം പ്രത്യേകത അറിയോ? ഇതിൻ്റെ എല്ലാം നിർമ്മാണ രീതികൾ നമ്മുടെ പത്മനാഭസ്വാമി, വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, ഏകദേശം അതുങ്ങൾക്ക്, പിന്നെ ആറ്റിങ്ങിൽ ഇതുപോലെ തന്നെ ഒരു നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമുണ്ട്. പിന്നെ കൊട്ടാരങ്ങൾ, ഏകദേശമൊക്കെ എല്ലാത്തിനും നിർമ്മാണ രീതി ഒന്ന് തന്നെയാണ്. വലിയ ഗമണ്ടം കരിങ്കല്ലും കൊണ്ട് മതിലും. പിന്നെ എല്ലാ ക്ഷേത്രത്തിനും ഇതുപോലെ വലിയ ഗംഭീര കുളങ്ങളും കാണും. കന്യാകുമാരി ക്ഷേത്രത്തിന് വലിയ കടലായിരുന്നു, അവിടെ മാത്രം കുളമില്ല. പക്ഷെ നിർമ്മിതി ഇതുപോലെ തന്നെ. അപ്പൊ നമ്മൾ നേരെ വണ്ടി വിടൂലേ? ഇനി നമുക്ക് ഈ യാത്രയിൽ ഒറ്റ ഡെസ്റ്റിനേഷൻ ഉള്ളൂ. ഏതാ? ഇനി നമ്മുടെ അറ്റം കന്യാകുമാരി. നമ്മളെ ഇന്നത്തെ യാത്ര നമ്മൾ ഏതൊക്കെ രീതി എവിടെല്ലാം വന്നിട്ടുണ്ടോ? ഒരു ജ്യൂസ് കഴിക്കാൻ നിർത്തി കേട്ടോ. ശുചീന്ദ്ര അമ്പലത്തിൽ നിന്ന് ഹൈവേ നാട്ടില് ഇവിടുത്തെ പാല്, പശുമ്പാല് ഒന്നും കിടയാതെ. എടാ ബദാം മിൽക്ക് ഇവിടെ ഈ നാട്ടിലുള്ള പാലാന്നാ പറഞ്ഞത്. അത് വേറെ മിക്സിങ് കാര്യങ്ങളൊന്നും വരുന്ന പറഞ്ഞത്. അല്ല കടയുടെ പേരെന്താ? കടയുടെ പേര് അയ്യനാർ മിൽക്ക് ഷോപ്പ്. ഈ ശുചീന്ദ്ര അമ്പലം കഴിഞ്ഞ് കുറച്ച് ജസ്റ്റ് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വലതുവശത്ത് തിരിയുമല്ലോ. ഈ ബ്രിഡ്ജിൽ നിന്ന് വലത്തോട്ടാണ്, അല്ല ബ്രിഡ്ജ് കയറി വലത്തോട്ടാണ് നമ്മൾ കന്യാകുമാരി പോണത്. അപ്പോൾ ഈ ജംഗ്ഷനുള്ള കടയാണ് കേട്ടോ. അടിപൊളി, എല്ലാം അടപ്പാ. ഇനി വരുമ്പോ നമുക്ക് പുതിയ ഹൈവേ കൂടെ വരാം. ചെറിയൊരു ഉണ്ട മല. ഫുള്ള് താമരയാണ് കേട്ടോ. കൊട്ടാരം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മരം നിറയെ തൊട്ടി ഇട്ടിട്ടേക്കുന്നു. റൗണ്ട് ബോട്ട് ഉണ്ട്, അവിടുന്ന് റൈറ്റ്. അങ്ങോട്ടാണോ? അങ്ങോട്ട് 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 അങ്ങോട്ട്. നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. ഈ സർവീസ് റോഡ് കൂടെ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പലത്തിലെത്താം കേട്ടോ. ഒരു മുരുകൻ അമ്പലമാണ്.
ഇന്ന് എന്ത് ചെയ്തു, ഹൈവേ കൂടെ വരുന്നതിന് പകരം കുറേ സ്ഥലങ്ങൾ ഒന്ന് പരിചയപ്പെട്ട് വേറൊരു വഴിക്കും നമ്മൾ നാളെ ഇത് വഴി അങ്ങോട്ട് പോകും. നാളെ ഹൈവേ കൂടെ നമ്മൾ തിരിച്ചു പോകും. നേരെ ഈ റോഡിൽ നിന്ന് കടല. അതെ, നമ്മളങ്ങനെ കന്യാകുമാരി ജംഗ്ഷനിലെത്തി കേട്ടോ. വണ്ടി അങ്ങോട്ട് പോകത്തില്ല. ഇവിടുന്ന് മുമ്പോട്ട് പോയി നടന്നു പോയാലും നമുക്ക് ബീച്ചിലോട്ടെത്താം, കടലിലോട്ടെത്താം. ഇതിലേ പോയി കഴിഞ്ഞാലും എത്താം കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന റൂട്ട് തിരുവനന്തപുരം, നേമം, ബാലരാമപുരം, നെയ്യാറ്റിങ്കര, കളിയിക്കാവിള, പാറശാല, കളിയിക്കാവിള. പിന്നെ നമ്മൾ പോയത് തൃപ്പരപ്പ് നമ്മൾ അവിടുന്ന് പോയിട്ട് നമ്മൾ ആദി കേശവ പെരുമാൾ കോവിലിൽ പോയി. അവിടെ നമ്മൾ വിട്ട് നമ്മുടെ ഇവിടെ വന്നു, ഇവിടെ കൊട്ടാരത്തി വന്നു. കൊട്ടാരത്തിൽ നമ്മൾ കൊട്ടാരം കഴിഞ്ഞ് നമ്മളൊരു കോട്ടയിൽ കയറി. കോട്ട കഴിഞ്ഞ് നമ്മൾ കുമാരകോവിലിൽ പോയി. കുമാരകോവിലിൽ നിന്ന് ചാടി നമ്മൾ ശുചീന്ദ്രൻ വന്നു. ശുചീന്ദ്രൻ നമ്മൾ കറങ്ങി കന്യാകുമാരി വന്നു. കന്യാകുമാരി ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഇങ്ങനെയായിരുന്നു കേട്ടോ. കന്യാകുമാരി ഗാന്ധിശിലയുടെ പൊക്കത്ത് വന്നു, പാർക്കിൻ്റെ അവിടെ വന്നു. ഇനി നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊതുക്കി നമുക്ക് കൊക്കിലൊക്കെ ഒരു ചെറിയ റൂം സംഘടിപ്പിക്കണം, ഒന്ന് കുളിക്കണം, ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം. എന്നുവെച്ചാൽ നമ്മൾ കന്യാകുമാരി പകർത്താൻ തുടങ്ങും. ഓക്കെ, കന്യാകുമാരിയുടെ പകലിലെയും രാത്രിയിലെ സൗന്ദര്യം ഇന്ന് നമ്മൾ പകർത്തും. അപ്പം പുത്തനൊരു വീഡിയോ കാണുന്നവരെ ബൈലോഗ് ടോക്സിന്റെ എല്ലാ ചങ്സിനും ബൈ. ഓക്കെ, പഠിച്ചേട്ടാ, ബൈ. ബൈ.